സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ തുടരാൻ കേരള സർക്കാർ തീരുമാനിച്ചു. കോവിഡ് കാല ചെലവ് ചുരുക്കൽ ഒരു വർഷത്തെ കൂടി നീട്ടി. സർക്കാർ കെട്ടിടം മൂടി പിടിപ്പിക്കൽ, പുതിയ ഫർണിച്ചർ വാങ്ങൽ എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടാകും. ഉത്തരവിൻ്റെ പകർപ്പ് 24-ന് കിട്ടി. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരും. ഉമേഷ്, യഥാർത്ഥത്തിൽ മുണ്ട് മുറുക്കി ഉടുക്കാൻ സർക്കാർ കൂടുതൽ തീരുമാനിച്ചു. കൂടുതൽ കർക്കശമാകും ഉടുപ്പ്, അല്ലേ? പറയൂ. ഉടുപ്പ് ഗുഡ് ഈവനിങ് എസ് കെ. എന്തായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. ആദ്യം, അതായത് COVID-19 കാലഘട്ടത്തിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്താൻ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം 2020 നവംബർ 5-ാം തീയതി ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. അതിൽ തന്നെ സർക്കാർ കെട്ടിടങ്ങളുടെ മോടി പിടിപ്പിക്കൽ, പുതിയ സർക്കാർ ഓഫീസുകൾക്ക് പുതിയ വാഹനം വാങ്ങൽ, ഒപ്പം മറ്റ് ഫർണിച്ചറുകൾ വാങ്ങൽ, ഇവയെല്ലാം നിരോധിച്ചുകൊണ്ട് ഇവയ്ക്കൊന്നും അനുമതി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും 2020 തന്നെ വന്നിരുന്നു. അതിനുശേഷം ഓരോ വർഷവും പുതുക്കിക്കൊണ്ടേ പോയിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും, അതായത് ഈ മാസം 17-ാം തീയതി വീണ്ടും പുതുക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. 17-ാം തീയതിയാണ് ഉത്തരവ് ഇറക്കിയെങ്കിലും 2024 നവംബർ 8-ാം തീയതി മുതൽ ഈ ഉത്തരവ് ബാധകമാണ്. 2025 നവംബർ 8 വരെയാണ് ഈ ഉത്തരവിന് പ്രാബല്യം. അതായത് ഇനിയുള്ള ഒരു വർഷവും സർക്കാർ ഓഫീസുകളിൽ കാര്യമായ മോടി പിടിപ്പിക്കലോ അല്ലെങ്കിൽ പുതിയ ഫർണിച്ചർ വാങ്ങാനോ പുതിയ വാഹനം വാങ്ങാനോ കഴിയില്ല. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ധനവകുപ്പിനെ പ്രത്യേകം അറിയിക്കണം. അതിനുശേഷം ക്യാബിനറ്റിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ കൂടി അനുവാദത്തോടു കൂടി മാത്രമായിരിക്കും തുടർ പണം അനുവദിക്കുക. എന്തായാലും സർക്കാർ മുണ്ട് മുറുക്കി ഉടിക്കേണ്ട സാമ്പത്തിക സ്ഥിതി തന്നെയാണ് ഈ ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം എന്നാണ് ജയതിലകിൻ്റെ ഈ ഉത്തരവിൽ പറയുന്നത്. ആ രീതിയിൽ ഇനി ഒരു വർഷവും സർക്കാർ ഇതേ രീതിയിൽ ചിലവ് ചുരുക്കി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. എസ് കെ എൻ.